രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അവസരത്തില് ജനങ്ങളെല്ലാം ഏകകണ്ഠമായിട്ട് രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, രാമം ഇന്ദീവരശ്യാമം സർവശത്രു നിബർഹണം പശ്യാമോ യൗവരാജ്യസ്ഥം തവ രാജോത്തമാത്മജം. അല്ലയോ മഹാരാജാവേ, നീലത്താമരപ്പൂവിൻ്റെ വർണ്ണമുള്ളവനായ അതീവ സുന്ദരനായിരിക്കുന്ന എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവനായിരിക്കുന്ന എല്ലാ ശത്രുക്കളെയും ധ്വംസിക്കുന്നവനായിരിക്കുന്ന ഈ നാടിനെയും ഈ ലോകത്തെയും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള അങ്ങയുടെ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷിക്തനായി കാണുവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഏകകണ്ഠമായ നാട്ടുകാരുടെ അഭ്യർത്ഥനയായിരുന്നു അത്. അങ്ങനെയാണ് മഹാരാജാവ് നിശ്ചയം കൈക്കൊള്ളുന്നതും തുടർന്ന് ഗുരുനാഥനോട് ഇങ്ങനെ വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം തരണം എന്ന് അഭ്യർത്ഥിക്കുന്നതും. എന്നിട്ട് അദ്ദേഹം സുമന്ത്രരെ വിളിച്ചിട്ട് പറഞ്ഞു, ആചാര്യൻ എന്തൊക്കെയാണോ നാളത്തെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുവാൻ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഉടനെ തന്നെ ഒരു കുറവും കൂടാതെ കണ്ട് സംഭരിക്കുക. ആജ്ഞയായി കഴിഞ്ഞു. ഉടൻ തന്നെ വസിഷ്ഠ ഋഷി വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് സുമന്ത്രരോട് കൽപ്പിച്ചു. സുമന്ത്രർക്ക് പിന്നെ എല്ലാം നിമിഷമാണ്. പെട്ടെന്ന് അദ്ദേഹം അതെല്ലാം ഒരുക്കി. വൃത്താന്തം രാജ്യം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർക്കുണ്ടായതായ സന്തോഷത്തിന് അതിരില്ല. അവരെല്ലാവരും ആ അയോധ്യാനഗരിയെ ദേവരാജ്യ തുല്യമായിട്ട് അലങ്കരിച്ചു. ദേവലോകം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് തോന്നും. ആ പ്രകാരത്തിൽ കൊടിതോരണങ്ങൾ കൊണ്ടും പുഷ്പമാല്യങ്ങൾ കൊണ്ടും ഒക്കെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ട്, സുന്ദര വസ്തുക്കൾ കൊണ്ട് രാജ്യം മുഴുവൻ അലങ്കരിച്ചു എന്ന് മാത്രമല്ല, അവിടെ വിവിധങ്ങളായിരിക്കുന്ന കലാപ്രകടനങ്ങളും ആരംഭിച്ചു. ആഹ്ലാദം ഹൃദയത്തിൽ വരുമ്പോഴാണ് നൃത്തവും സംഗീതവും നാടകവും ഒക്കെ നമ്മിൽ നിന്ന്, കലാകാരന്മാരുടെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുക. അങ്ങനെ ആ നാട് മുഴുവൻ ഉത്സവത്തിമിർപ്പിൽ രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറേ കഴിയുമ്പോഴേക്കും കൃത്യസമയത്ത് സൂര്യൻ കിഴക്കുദിക്കും. സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ചന്ദ്രൻ പൂയം നക്ഷത്രത്തോട് ചേരും. അപ്പോൾ രാമൻ അഭിഷേകം. എത്രയോ കാലമായിട്ട് കാണാൻ കൊതിച്ചിരിക്കുന്ന ആ ദിവ്യമായ മുഹൂർത്തം സമാഗതമാകുന്നു. എല്ലാവരും അതിനുവേണ്ടിയുള്ള ഉത്സവമാണ്. വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ പ്രാർത്ഥന മാനിച്ചിട്ട് ആ രാത്രിയിൽ രഥത്തിൽ രാമൻ്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഗുരുനാഥൻ വരുന്നു എന്നറിഞ്ഞിട്ട് രാമൻ സീതാദേവിയോടൊപ്പം ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക്, ഗുരുനാഥനെ ഇരുത്തേണ്ടതായ സഭാഗൃഹത്തിലേക്ക് ആനയിച്ച് അദ്ദേഹത്തിൻ്റെ പാദം കഴുകി ആ തീർത്ഥജലം കൊണ്ട് തനിക്ക് തളിച്ചു, എല്ലാവർക്കും തളിച്ചു. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട്, പൂജയെല്ലാം ചെയ്ത് കൈകൂപ്പിക്കൊണ്ട് വസിഷ്ഠനോട് പറഞ്ഞു, അല്ലയോ ആചാര്യ, അങ്ങ് ഈ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു. അങ്ങയുടെ പാദോദകം എനിക്ക് എൻ്റെ ശരീരത്തിൽ തളിക്കുവാനായി സാധിച്ചു. അതിനാൽ ഞാൻ പവിത്രനായി തീർന്നിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം കുലഗുരുവിനോട് പറഞ്ഞു, വസിഷ്ഠനോട് പറഞ്ഞു. വസിഷ്ഠൻ ഈ അവസരത്തിൽ രാമൻ്റെ വാക്കുകളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാമ, അങ്ങ് ആരാണ് എന്നെനിക്കറിയാം.
എൻ്റെ പിതാവായ ബ്രഹ്മാവിനും പിതാവാണങ്ങ്. അങ്ങ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ ദശരഥന് പുത്രനായിട്ട്, കൗസല്യയ്ക്ക് പുത്രനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പാദത്തിൻ്റെ മഹിമ ഞാൻ നന്നായി അറിയുന്നു. ത്വൽ പാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. അങ്ങയുടെ പാദമാകുന്ന താമരപ്പൂവിൻ്റെ തീർത്ഥം തൻ്റെ ശിരസിൽ ധരിക്കൊണ്ട് സാക്ഷാൽ മഹാദേവനും കാമവൈരിയും ധന്യനായി തീർന്നിരിക്കുന്നു. വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഗംഗ, അത് ദേവലോകത്തിലൂടെ പ്രവഹിച്ചിട്ട് ഭൂമിയിലേക്ക് വീഴുന്നു. അപ്പോഴേക്കും കൈലാസോപരി നിന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ ശിരസിലേക്ക് ഏറ്റുവാങ്ങുന്നു. വിഷ്ണുപാദത്തിൽ കുടികൊണ്ട ആ ഗംഗയെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തുന്നത് ഭഗീരഥനാണ്. അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ബലത്താൽ. രാമൻ്റെ വംശത്തിൽ അനേക തലമുറകൾക്ക് മുമ്പ് ജനിച്ച ദിവ്യപുരുഷനായ രാജാവാണ് ഭഗീരഥൻ. അങ്ങനെ മഹാദേവൻ പോലും അങ്ങയുടെ പാദത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ദിവ്യഗംഗയെ ശിരസിൽ അണിഞ്ഞിട്ട് ധന്യനാകുന്നു. അതേപോലെ ത്വത്പാദതീർത്ഥ വിശുദ്ധനായി വന്നിത് പിതാവായ വിരിഞ്ചനും ഭൂപതേ. അങ്ങയുടെ പാദതീർത്ഥത്താലാണ് എൻ്റെ പിതാവായ ബ്രഹ്മാവ് വിരിഞ്ചൻ പവിത്രാകൃതിയായി തീർന്നത്, ധന്യനായി തീർന്നിരിക്കുന്നത്, വിശുദ്ധനായി തീർന്നിരിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്നത് അങ്ങയുടെ പാദവും പാദതീർത്ഥവുമാണ്. അങ്ങ് ആരാണ് എന്ന്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ്, മോക്ഷദൻ, നാനാജഗന്മയൻ ഈശ്വരൻ. അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാണ്, അങ്ങ് പരമാത്മാവാണ്, അങ്ങ് മോക്ഷദനാണ്. എല്ലാവർക്കും സർവപ്രകാരേണയുള്ള ബന്ധനങ്ങളിൽ നിന്നും മോചനത്തെ നൽകുന്നവനാണ്. നാനാജഗത്തായിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നതും അങ്ങ് തന്നെയാണ്. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ്വപദാർത്ഥങ്ങളുടെയും ഉള്ളിലും പുറമേയും വ്യാപിച്ചു നിൽക്കുന്ന അങ്ങാണ്. എല്ലാറ്റിൻ്റെയും നിയന്താതാവ് അങ്ങാണ്, ഈശ്വരൻ അങ്ങാണ്. അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് ധർമ്മസംരക്ഷണാർത്ഥമായിട്ട് ത്രേതായുഗത്തിൽ സൂര്യവംശത്തിൽ ദശരഥന് പുത്രനായിട്ട് രാമനായിട്ട് അവതരിക്കും എന്ന് എൻ്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മാവ് പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സൂര്യവംശത്തിൻ്റെ കുലഗുരുവായിട്ട് ഇവിടെ വന്ന് ചേർന്നത്. കുലഗുരുവായിരിക്കുമ്പോഴേക്കും എനിക്ക് അങ്ങയെ സേവിക്കുവാനുള്ളതായ ഭാഗ്യം വരുമല്ലോ. അല്ലയോ ഭഗവാനെ, യഥാർത്ഥത്തിൽ അങ്ങാണ് ഈ ജഗത്തിന് മുഴുവൻ ഈശ്വരൻ. അങ്ങ് ഗുരു, ഞാൻ ശിഷ്യൻ. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ അങ്ങയുടെ ഈ നാടകത്തിൽ അങ്ങ് എന്നെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു, അങ്ങ് ശിഷ്യനും ആയിരിക്കുന്നു. ലോകത്തിൻ്റെ മുന്നിൽ അങ്ങ് അങ്ങനെയാണ് അഭിനയിക്കുന്നത്. മഹാരാജാവായ ദശരഥൻ എന്നോട് പറഞ്ഞിരിക്കുന്നു അങ്ങയ്ക്ക് നാളെ പുലരിയിൽ അഭിഷേകം എന്ന്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അങ്ങ് നടത്തണം. വ്രതങ്ങൾ ആചരിക്കണം ഇന്ന് മുഴുവൻ, ഇന്ന് രാത്രി മുഴുവൻ. എന്തൊക്കെയാണ് രാമൻ ചെയ്യേണ്ടത്? രാമനും സീതയ്ക്കും ഗുരു ഉപദേശിക്കുന്നു. നാളെ പുലരിയിൽ നേരെ അഗ്നിഹോത്രശാലയിലേക്ക് വന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് രാമൻ്റെ അനുവാദത്തോടു കൂട്ടിയിട്ട് വസിഷ്ഠ ഋഷി തേരിലേറിയിട്ട് രാമൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങിപ്പോയി. ഇങ്ങനെ അഭിഷേകത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം ഒരുങ്ങി. അവിടെ അഗ്നിഹോത്രശാലയിൽ വേണ്ടുന്ന പദാർത്ഥങ്ങളെല്ലാം ഗുരു കൽപ്പിച്ച പ്രകാരത്തിൽ മഹാരാജാവിൻ്റെ മന്ത്രിയായിരിക്കുന്ന സുമന്ത്രർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നാട്ടുകാരാണെങ്കിൽ ഉത്സവം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. നേരം പുലർന്നാൽ അഭിഷേകം. സൂര്യൻ കൃത്യസമയത്ത് ഉദിക്കുമെന്ന് അവർക്കറിയാം. എങ്കിലും അവർ കൂടെ കിഴക്കേ ദിക്കിലേക്ക് നോക്കുകയാണ്, സൂര്യൻ ഉദിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നേരം പുലരാനുള്ള കൗതുകത്തിൻ്റെ ആധിക്യം. ഇങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഇനി വിരലിലെണ്ണാവുന്ന മണിക്കൂറുകൾക്കുള്ളിൽ സൂര്യൻ ഉദിക്കും, രാമന്റെ അഭിഷേകം നടക്കും. ദേവലോകത്ത് വാനവരെല്ലാവരും ഒരുമിച്ച് നിരൂപിച്ചു. വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു. വാണീ ഭഗവതി തന്നോടപേക്ഷിച്ചു. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ ഇതാ അടുത്ത പുലരിയിൽ അഭിഷേകം. രാമനെ കാട്ടിലേക്ക് അയക്കണമല്ലോ, ദേവന്മാരുടെ കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട്. എന്താ മാർഗം? ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, സരസ്വതി ദേവിയെ ശരണം പ്രാപിക്കുക. എല്ലാവരും കൂടി ദേവിയുടെ സമീപത്തെ എന്ന് ദേവിയോട്, സരസ്വതിയോട് പറഞ്ഞു, അമ്മേ, ലോക കല്യാണാർത്ഥമായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ അഭ്യർത്ഥിക്കുന്ന കാര്യം നിർവഹിച്ചു തരണം. അങ്ങ് അയോധ്യയിലേക്ക് ചെല്ലണം, മന്ധരയുടെ നാവിൽ വിളങ്ങണം, മന്ധരയെ കൊണ്ട് കൈകേയിയുടെ മനസ്സിനെ പറഞ്ഞിളക്കണം. അങ്ങനെ രാമാഭിഷേകത്തിന് വിഘ്നം വരുത്തണം. രാമന് കാട്ടിലേക്ക് പോകാനുള്ള കാരണം അങ്ങ് ഒരുക്കണം. ഇങ്ങനെ ദേവിയോട് അപേക്ഷിച്ചു ദേവന്മാർ. ഈ ഭൂമിയിൽ എന്ത് സംഭവം നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ സൂക്ഷ്മ മണ്ഡലങ്ങളുടെ പരിപൂർണമായിട്ടുള്ള പ്രയത്നം ഉണ്ടാകും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന ക്ലോക്കിനെ പോലെയോ ടൈം പീസിനെ പോലെയോ അതിൻ്റെ സംവിധാനത്തെ കാണാം. മനസ്സിലാക്കാൻ സൗകര്യത്തിന് പണ്ടത്തെ ക്ലോക്കിനും ടൈം പീസിനും ഒക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക് സമ്പ്രദായമല്ലല്ലോ, മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രവർത്തനമാണ് അതിനുള്ളത്. അപ്പോൾ ഒരു സ്പ്രിങ് ഉണ്ടാവും, മെയിൻ സ്പ്രിങ്. അത് നിശ്ചലമായിട്ടുള്ള ഒരു അക്ഷത്തിൽ അതിനെ ഉറപ്പിച്ചു വച്ചിട്ടുണ്ടാകും. അതിൻ്റെ ചലനം, അത് ആ ക്ലോക്കിനകത്തുള്ള യന്ത്രഭാഗങ്ങൾ, അനേകം ചക്രങ്ങൾ, പല വേഗതയിൽ തിരിയുന്ന ചക്രങ്ങൾ, അത് എഞ്ചിനീയർമാർ ക്രമീകരിച്ചു വച്ചിരിക്കുന്നു. ആ ചക്രങ്ങളെല്ലാം ക്രമീകൃതമായി തിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഡയലിനിപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഡയലിനിപ്പുറത്തുള്ള സൂചികളെയാണ്. സൂചികൾ ചലിക്കും. സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒക്കെ ചലിക്കും. ഇതിൻ്റെ ചലനമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഈ സൂചികളുടെ ചലനത്തെ മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അതിനെ ചലിപ്പിക്കുന്ന യന്ത്രഭാഗങ്ങൾ അതിനുള്ളിൽ ഇങ്ങനെ ക്രമീകൃതമായി ചലിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഈ ചലനം മുഴുവൻ എവിടെ നിന്ന് ആരംഭിക്കുന്നു? അതിൻ്റെ ഏറ്റവും ഉള്ളിലിരിക്കുന്ന മെയിൻ സ്പ്രിങ്ങിൽ നിന്ന് ആരംഭിക്കുന്നു. അതിൽ ഒന്ന് സ്പന്ദിക്കുമ്പോൾ ഈ ചക്രങ്ങളെല്ലാം അതിൻ്റെ ക്രമമനുസരിച്ച് എത്രയോ തവണ കറങ്ങുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ സൂചികളും കറങ്ങും. ഉള്ളിലുള്ള ചലനങ്ങളൊന്നും നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുമില്ല. വലിയൊരു അത്ഭുതം ഈ സൂചികളുടെ കറക്കം. ഇതാണ് നമ്മൾ ബാല്യത്തിൽ മനസ്സിലാക്കുക. പിന്നീടാണ് യന്ത്രത്തിൻ്റെ കാര്യമൊക്കെ അറിയുക. ഇതേപോലെ വലിയൊരു യന്ത്രമാണ് ഈ പ്രപഞ്ചം. ഉള്ളിൻ്റെ ഉള്ളിൽ സർവാധാരമായിട്ട് നിശ്ചലമായിരിക്കുന്ന പരമാത്മാവ് നിൽക്കുന്നു. ആ പരമാത്മാവിൻ്റെ തന്നെ ശക്തി, മൂലപ്രകൃതി, അത് പരമാത്മാവിനെ ആശ്രയിച്ചിട്ട് ചലിക്കാൻ തുടങ്ങുന്നു. സ്പന്ദം എന്ന് പറയും. സ്പന്ദനം പോലെയാണ് സ്പന്ദം. സ്പന്ദനത്തിന് കാലക്രമമുണ്ട്, തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്, രണ്ടിനുമിടയ്ക്ക് ഒരു മധ്യമുണ്ട്. ഏതൊരു സ്പന്ദനത്തിനും തുടക്കം, ഒടുക്കം, മധ്യം എന്നുള്ളതായ 3 അവസ്ഥകളുണ്ട്. അതിനാൽ കാലമുണ്ട്. കാലം ഇല്ലാത്ത ഈ പ്രകാരത്തിൽ തുടക്കം, ഒടുക്കം, മധ്യം, അവയ്ക്ക് ഇടയ്ക്കുള്ളതായ മധ്യം എന്നുള്ള ക്രമമില്ലാത്ത സ്പന്ദനമാണ് മൂലപ്രകൃതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് മൂലപ്രകൃതിക്ക് സ്പന്ദം എന്നു പേര്. സ്പന്ദകാരിക എന്നുള്ള ശാസ്ത്രഗ്രന്ഥമുണ്ട് ശാക്തേയന്മാർക്ക് സുപ്രധാനമായിട്ടുള്ളത്. ആദിപരാശക്തിയുടെ ശക്തിവിശേഷങ്ങളെ വളരെ ശാസ്ത്രീയമായിട്ട് അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ആധുനിക ഭൗതിക ശാസ്ത്രത്തെ വെല്ലുന്ന മഹാഗ്രന്ഥമാണ് സ്പന്ദകാരിക. ശിവസൂത്രങ്ങൾക്ക് വ്യാഖ്യാനമായി അതിൻ്റെ വിശദീകരണമായിട്ടാണ് സ്പന്ദകാരിക വരുന്നത്. ശിവൻ പരമാത്മാവ്. അങ്ങനെയുള്ള ആ സ്പന്ദം, കാലബദ്ധം അല്ലാതുള്ളതായ സ്പന്ദം, ആ ഒരൊറ്റ സ്പന്ദത്തിൽ
ബാക്കി എല്ലാ ചക്രങ്ങളും സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർലോകം, ഭൂർലോകം, ഭൂലോകം ഇങ്ങ് വരുന്നു. ഭൂലോകം ഡയലിന് ഇപ്പുറത്ത് നമ്മൾ കാണുന്ന ഈ ലോകമാണ്. ബാക്കിയൊക്കെ ഡയലിനപ്പുറത്താണ്, നമുക്ക് കാണാൻ പറ്റൂല. അതിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. വാച്ച് കൊച്ചു കുഞ്ഞിന് എങ്ങനെയാണോ ആ പ്രകാരത്തിലാണ്. ഉള്ളിലുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഇതിനപ്പുറത്ത്, ഈ ഭൂലോകം എന്നുള്ള ഡയലിനപ്പുറത്ത് ഉള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അനേകം ചക്രങ്ങൾ ആ സ്പന്ദത്തിൻ്റെ ക്രമീകരണത്തിൽ കൃത്യമായി നടക്കുന്നു. ആ സ്പന്ദത്തിന് ആസ്പദം പരമാത്മാവാണ്, കാലസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ. അങ്ങനെ അവിടെ ഒന്ന് സ്പന്ദിക്കുമ്പോൾ മൂലപ്രകൃതി, ഇവിടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി അനന്തകോടി വർഷങ്ങൾ പ്രവർത്തിച്ച് ആ മൂലപ്രകൃതിയിൽ തന്നെ ലയിക്കുന്നു. കോടാനുകോടി വർഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്, അവിടുത്തെ ഏറ്റവും ഉള്ളിലുള്ള ഒരൊറ്റ സ്പന്ദത്തിൽ. ഓർക്കണം, അതിൻ്റെ എല്ലാം വിശദവിവരം സ്പന്ദകാരികയിൽ കാണാം. അവിടെ ഒന്നും ഇടിക്കുമ്പോഴേക്കും ഇവിടെ അനന്തകോടി വർഷങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. ഇത്രയും ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാക്കുന്നു, ഇത്രയേറെ സംഭവങ്ങളെല്ലാം നടക്കുന്നു, ഇത് ലയിക്കുന്നു.